Re-imprinting means we are sending our thoughts with images and with feelings to the matrix. വെൽത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ ആ ഫിഗർ മാത്രം പോരാ. ദ ക്വാളിറ്റീസ് വിച്ച് അട്രാക്ട് വെൽത്ത് ടു അസ്. ഒന്നാമത്തെ ക്വാളിറ്റി ഡിസേർവിങ്. എനിക്ക് സമ്പത്തിന് അർഹതയുണ്ട്. ആ അർഹതയുള്ള വെൽത്ത് മൈൻഡ് സെറ്റിലാണ് ക്യാഷ് ഉണ്ടാവുന്നത്. സ്കിൽ സെറ്റ് ആൻഡ് മൈൻഡ് സെറ്റ് രണ്ടെണ്ണം നോട്ട് ചെയ്തോളൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മൈൻഡ് സെറ്റ് ബന്ധപ്പെട്ടുകൊണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, പേഷ്യൻസ് മൈൻഡ് സെറ്റ്. വെൽത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പേഷ്യൻസ് ആണ്. നോക്കോളൂ, ഒരുപാട് തവണ ഡൗൺ ആയിട്ടുണ്ടാവും, ഒരിക്കലും വിട്ടുകൊടുക്കൂല. അടുത്ത സ്കിൽ സെറ്റ്. എന്തൊക്കെയാ സ്കിൽ സെറ്റ്? ഞാൻ ആദ്യം പറഞ്ഞു എന്റെ സ്കിൽ ഞാൻ പറഞ്ഞു. എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നെറ്റ്വർക്കിംഗ് സ്കിൽസ്. ലോകത്ത് വിജയിച്ച ആൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് ബിസിനസ് നെറ്റ്വർക്കിംഗ് അല്ലേ? നെറ്റ്വർക്കിംഗ് സ്കിൽസ്. പ്രൊഫഷണലിസം സ്കില്ലാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ദെൻ പ്രോബ്ലം സോൾവിങ്. ഏറ്റവും വലിയ ബിസിനസ് ഉണ്ടാകുന്നത് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ കണ്ടെത്തി ഏറ്റവും പെയിൻഫുൾ ആയുള്ള ആരും ഇതുവരെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു മേഖലയിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ചെയ്ത അതല്ലേ? ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ? ആക്ഷൻ ഓറിയന്റഡ്. കുറേ ആളുകൾ കാണുന്നത് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരല്ലേ? ആക്ഷൻ പീപ്പിളിനെ വളരെ കുറച്ച് കാണുള്ളൂ. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയും, പിന്നെ ഒരാഴ്ചക്ക് കാണൂല ആളെ. ബിസിനസ്സുകാർക്ക് കണ്ടാണ് റെസിലിയൻസ്. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ മെനി ടൈംസ് യു ഫാൾ ഡൗൺ, ഇറ്റ് ഓൺലി മാറ്റേഴ്സ് when you fall down, are you ready to wake up? ഇത്രയും ക്വാളിറ്റീസ് നമ്മൾ ശരിക്കും ഉള്ളിൽ പ്രിന്റ് ആവണം. എന്നാൽ ലൈഫ് ഓട്ടോമാറ്റിക്കലി